എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തൂവെള്ള നിറത്തിൽ പഞ്ഞി പോലെ കഴിക്കാനും പറ്റിയിട്ടുള്ള കർണാടക സ്റ്റൈൽ അപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു അപ്പക്കൂട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ചോറോ അവിലോ ചേർക്കുന്നില്ല. മാവ് പതഞ്ഞു പൊങ്ങാനായിട്ട് ഇതിലേക്ക് ഈസ്റ്റ്, സോഡാപ്പൊടി അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല. എങ്കിലും നമ്മൾ തയ്യാറാക്കുന്ന മാവ് നല്ല പതഞ്ഞു പൊങ്ങിയ പാകത്തിലും അപ്പമാണെങ്കിലോ വളരെ സോഫ്റ്റ് ആയിട്ടും അത് നല്ല തൂവെള്ള നിറത്തിലാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു പഞ്ഞി പോലുള്ള അപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന്. നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് കർണാടക സ്റ്റൈൽ അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് പച്ചരി ഒന്ന് കുതിർത്തിയെടുക്കണം. ഇന്നത്തെ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പച്ചരിക്ക് പകരമായിട്ട് ബസ്മതി റൈസോ ഇഡ്ലി റൈസോ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ റേഷൻ പച്ചരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. റേഷൻ പച്ചരിയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലും കൂടെ കഴുകിയെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പച്ചരി ഞാനിവിടെ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അരി നിറയെ തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചു കൊടുക്കാം. മിനിമം ഒരു 4 മണിക്കൂർ നേരമെങ്കിലും അരി കുതിർത്തിയെടുക്കേണ്ടതാണ്. ഞാനിവിടെ രാവിലെയാണ് അരി കുതിർക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി വൈകിട്ടാണ് നമ്മൾ ഈ അരി ഒന്ന് അരച്ചെടുക്കാനും പോകുന്നത്. അരി കുതിർത്തി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചവ്വരിയാണ്. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള 3 കപ്പ് അരിക്ക് 1 കപ്പ് അളവിലാണ് ചവ്വരി എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ 1 കപ്പ് അരി വെച്ചിട്ടാണ് അപ്പം തയ്യാറാക്കുന്നതെങ്കിൽ 1/4 കപ്പ് അളവിൽ ചവ്വരി എടുത്താൽ മതിയാകും. 1 ഗ്ലാസ്സിലാണ് നിങ്ങൾ അരി അളന്നെടുക്കുന്നതെങ്കിൽ 1/4 ഗ്ലാസ് അളവിൽ തന്നെ ചവ്വരി എടുത്താൽ മതിയാകും. ഇനി ചവ്വരിയും നമുക്കിതുപോലെ തന്നെ ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുതിർന്ന് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ അരിയും ചവ്വരിയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർക്കാൻ വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കുതിർത്തിയ അരി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരിയും ചവ്വരിയൊക്കെ നല്ലവണ്ണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ചവ്വരി നല്ലപോലെ വെള്ളമെല്ലാം കുടിച്ച് വീർത്ത് നിൽക്കുന്ന ഒരു പാകത്തിലാണ്. ഇനി നമുക്ക് ഉടൻ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തിയ ചവ്വരിയാണ് ആദ്യമേ വാരിയിട്ട് കൊടുക്കുന്നത്. ചവരി മുഴുവനും തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നാളികേരം തിരുമിയതാണ് വേണ്ടത്. ഞാനിവിടെ അരമുറി നാളികേരം തിരുമി നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ചവ്വരിയും നാളികേരവും നല്ല വെണ്ണ പോലെ തന്നെ ഇവിടെ അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അരച്ച മാവ് മാറ്റാവുന്നതാണ്. അപ്പത്തിലേക്ക് നാളികേരം എടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള നാളികേരം എടുക്കുവാണെങ്കിൽ അപ്പത്തിന് നല്ല കളറാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് അരിയാണ് അരച്ചെടുക്കേണ്ടത്. അരിയും നല്ല വെണ്ണ പോലെ തന്നെ അരച്ച് പാത്രത്തിലേക്ക് ഒഴിക്കുവാണ്. അരി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത്. മാവ് നല്ല കട്ടിയായിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരു 3 തവണകൾ കൊണ്ട് ഞാനിവിടെ അരി മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മാവിന്റെ കളർ നിങ്ങൾക്ക് കാണാലോ, നല്ല വൈറ്റ് കളറിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു തവി കൊണ്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയും കൂടെ യോജിപ്പിക്കാം. ഇന്നത്തെ ഈ ഒരു അപ്പക്കൂട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ചോറ് ചേർക്കുന്നില്ല, ഈസ്റ്റ് ചേർക്കുന്നില്ല, ഇനി പൊങ്ങി കിട്ടാനുള്ള മറ്റുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല. ചവ്വരിയും അരിയും നാളികേരവും മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് മാവൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. ഞാനിവിടെ വീഡിയോ ആയതുകൊണ്ടാണ് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നല്ല പോലെ തന്നെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിലേക്ക് മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. മാവ് കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു കൈ ചൂട് കൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. നല്ല കട്ടിയുള്ള മാവാണ് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിന്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് അപ്പത്തിന് മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ അളവിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ കുറച്ചാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലവണ്ണം വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ മാവിന്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പതഞ്ഞു പൊങ്ങി നിൽക്കുന്ന ഒരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി തവി വെച്ചിട്ട് ഒന്ന് ഇളക്കിയും കൂടി നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവിന്റെ പാകം സോപ്പ് പതഞ്ഞു നിൽക്കുന്ന രീതിയിലാണ്. നല്ല ഐസ്ക്രീം പരുവത്തിലാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരുപാട് നേരമൊന്നും ഇളക്കി ഇതിന്റെ പതയൊന്നും പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു സമയത്ത് അപ്പത്തിന് മധുരമോ ഉപ്പോ ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കുന്നില്ല. എല്ലാം കറക്റ്റ് ആയിട്ടുള്ളൊരു പാകത്തിലാണ് നമുക്കിവിടെ ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്.
പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോ തവി മാവും പാനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ട് മാവൊന്ന് ചുറ്റിച്ചുകൂടെ കൊടുക്കണം. മാവ് ചുറ്റിച്ചു കഴിഞ്ഞാൽ നിറയെ തന്നെ ഹോളുകൾ വന്ന് തുടങ്ങും. ഈ ഒരു സമയത്ത് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് വന്നിട്ടുള്ള അപ്പം പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആദ്യം അപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പാനിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല വിട്ട് വരുന്ന പാകത്തിലാണ് നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അയൺ പാനിൽ വെച്ചും ഇതുപോലെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു തരി പോലെ ഈസ്റ്റ് ചേർക്കാതെ, സോഡാപ്പൊടി ചേർക്കാതെ, ചോറും അവിലോ ചേർക്കാതെ, പാല് പോലെ നിറമുള്ളതും പഞ്ഞി പോലെ തന്നെ കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു പഞ്ഞിയപ്പം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു അപ്പക്കൂട്ട് നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.